പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പുതിയ സർക്കാരിൻ്റെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 8000 വിശിഷ്ട അതിഥികളിൽ ദക്ഷിണ റെയിൽവേയിലെ ചെന്നൈ ഡിവിഷനിലെ സീനിയർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റായ ഐശ്വര്യ എസ് മേനോനും ക്ഷണം. നിലവിൽ വന്ദേ ഭാരത് ട്രെയിനുകളിൽ പ്രവർത്തിക്കുന്ന ഐശ്വര്യ വന്ദേ ഭാരത് എക്സ്പ്രസ്, ജനശതാബ്ദി തുടങ്ങി വിവിധ ട്രെയിനുകളിൽ ലോക്കോ പൈലറ്റായി പ്രവർത്തിച്ചിരുന്നു. ചെന്നൈ വിജയവാഡ, ചെന്നൈ കോയമ്പത്തൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് ആരംഭിച്ചതു മുതൽ ഐശ്വര്യ ലോക്കോ പൈലറ്റായി പ്രവർത്തിക്കുകയാണ്. റെയിൽവേ സിഗ്നലുകളെക്കുറിച്ചുള്ള ചുടലമായ കൃത്യത, ജാഗ്രത, സമഗ്രമായ അറിവ് എന്നിവയ്ക്ക് മുതിർന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് അഭിനന്ദനങ്ങൾ ലഭിച്ച ലോക്കോ പൈലറ്റാണ് ഐശ്വര്യ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഏഷ്യയിലെ ആദ്യ ലോക്കോ പൈലറ്റ് ആയ സുരേഖ യാദവും പങ്കെടുക്കും. ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനൽ സോലാപൂരിൽ നിന്ന് വന്ദേ ഭാരത് ട്രെയിനിലാണ് അവർ ജോലി ചെയ്യുന്നത്. മൊത്തം 10 ലോക്കോ പൈലറ്റ്സാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. 1988-ൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ട്രെയിൻ ഡ്രൈവറായി മാറിയ അവർ സെമി ഹൈ സ്പീഡ് വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ആദ്യ വനിതാ ലോക്കോ പൈലറ്റ് കൂടിയാണ്. ശുചീകരണ തൊഴിലാളികൾ, ട്രാൻസ്ജെൻഡർമാർ എന്നിവരും മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിശിഷ്ട അതിഥികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിനായി രാഷ്ട്രപതി ഭവനിൽ 8000 അതിഥികൾക്കുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. നാളെയാണ് 3ാം മോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. മന്ത്രിമാരുടെ പട്ടിക ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ കൂടി എത്തും എന്നാണ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. DDPയും JDUവും 4 മന്ത്രിമാരെ വീതം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം സഖ്യകക്ഷി നേതാക്കളായി ഇന്ന് ധാരണയുണ്ടാകുമെന്നാണ് BJP നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ സ്പീക്കർ സ്ഥാനത്തിൻ്റെ കാര്യത്തിൽ ചർച്ചകൾ തുടരാനാണ് ധാരണ. ഇതിനിടെ രാജിവെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ചു. സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ച് രാഷ്ട്രപതിക്ക് കത്ത് നൽകി. BJP അംഗങ്ങളുടെ NDAയിലെ മറ്റ് സഖ്യകക്ഷി MPമാരുടെയും പിന്തുണ നരേന്ദ്രമോദിക്കുണ്ട്. മോദിയെ സർക്കാർ രൂപീകരിക്കാൻ രാഷ്ട്രപതി ക്ഷണിച്ചു. മോദിയെ NDAയുടെ പാർലമെന്റ് പാർട്ടി നേതാവായി നേരത്തെ തിരഞ്ഞെടുത്തിരുന്നു. സ്ഥിരതയുള്ള സർക്കാരിനൊപ്പം നിൽക്കണമെന്നാണ് സഖ്യകക്ഷി നേതാക്കളായ സതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും നിലപാടുറച്ചിട്ടുള്ളത്. വൻ തീരുമാനങ്ങൾ 3ാം സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നാണ് നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നത്.